ഗൈസ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടോയ് ട്രെയിൻ ഇവിടെ നിന്ന് നേരെ മേട്ടുപ്പാളയത്തിലേക്കാണ്. റെയിൽവേ സ്റ്റേഷൻ എത്താനായി. ഈ കാണുന്നതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഊട്ടിയിലെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ. ലേക്കിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. എന്തായാലും ഒരു അടിപൊളി വൈബായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു ടോയ് ട്രെയിനിൽ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട്. വെസ്റ്റേൺ കൺട്രികളോടൊപ്പം നിൽക്കുന്ന ഒട്ടനവധി ടൂറിസ്റ്റ് പോയിന്റുകൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അതിലൊന്നാണ് തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിലെ ഊട്ടി അഥവാ ഉദകമണ്ഡലം. ഹണിമൂണായാലും സ്കൂൾ വെക്കേഷനായാലും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഊട്ടി എന്നാണ്. ഊട്ടി എത്ര കണ്ടാലും മതിയാവില്ല. കാരണം ഊട്ടിക്ക് അത്രയും സൗന്ദര്യമാണ്. ഊട്ടിയിലെത്തിയാൽ നമ്മൾ ആദ്യം ബൊട്ടാണിക്കൽ ഗാർഡൻ, തൊട്ടപെട്ട പീക്ക് പോയിൻ്റ്, ലേക്ക്, അങ്ങനെ ചുരുങ്ങിയ സ്ഥലങ്ങൾ കണ്ട് നമ്മൾ മടങ്ങാറാണ് പതിവ്. മിക്കപ്പോഴും ഈ ടോയ് ട്രെയിനിൽ യാത്ര ആസ്വദിക്കാൻ നമുക്ക് കഴിയാറില്ല. കാരണം ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ. നമ്മൾ ഊട്ടിയിൽ എന്തൊക്കെ കണ്ടാലും ഈ ഒരു ടോയ് ട്രെയിൻ യാത്രയോടൊപ്പം വരില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു യാത്ര. ഇന്ത്യയിലെ മലയോര തീവണ്ടിപ്പാതകളിൽ ഏറ്റവും പഴക്കമേറിയ ഒന്നാണിത്. 1854 കാലങ്ങളിൽ ബ്രിട്ടീഷുകാരാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. എൻ്റെ കൂടെ 2 ബ്രിട്ടീഷ് കപ്പിൾസ് കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2005 യുനെസ്കോ ഈ മലയോര തീവണ്ടിപ്പാതയെ ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഏർപ്പെടുത്തിയോടുകൂടിയിട്ട് പൊളിച്ച്. പിന്നെ അവിടെ സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് ഇതിൽ. ഇതിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്ന് അറിയോ? 10.4 കിലോമീറ്ററാണ് ഇതിൻ്റെ പെർ ഹവർ സ്പീഡ്. നമ്മുടെ ഈ ടോയ് ട്രെയിനിൽ 46 കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുന്ന നമുക്ക് 3.5-4 മണിക്കൂറോളാവും ഊട്ടി ടു മേട്ടുപ്പാളയത്തേക്ക് എത്താൻ. 16 ടണൽ, 250 പാലങ്ങളും 208 വളവുകൾ, ഇതൊക്കെ അവരുടെ കണക്കാണ്. പക്ഷേ ഒരുപാട് എനിക്ക് തോന്നുന്നു ടണൽ 16 ചെറിയ ചെറിയ ടണലുകൾ വേറെയും ഉണ്ടായിരുന്നു. അതായത് ഹാഫ് ടണൽസ് വേറെയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഡേഞ്ചറായ ഒരു പാത കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ നല്ല മലകളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിങ്ങനെ വീഴാനായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു അഡ്വഞ്ചർ ഫീലും കൂടി ഈ ഒരു യാത്രയിൽ നമുക്ക് തോന്നിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി വാട്ടർഫാൾസൊക്കെ നമുക്ക് ഈ യാത്രയിൽ ആസ്വദിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് യാത്ര മധ്യേ ഒരു ടീ ബ്രേക്ക് കൂടി തരുന്നുണ്ട്. കാരണം ഇവരുടെ സ്റ്റീം എഞ്ചിനായതുകൊണ്ട് സ്റ്റീമിലെ വെള്ളം നിറയ്ക്കാനും അതിനോടൊപ്പം നമുക്കൊരു ടീ ബ്രേക്ക്, ടീയും കടിയും ഒരു കാട്ടിൻ്റെ നടുവിൽ കൊണ്ട് നമുക്ക് നിർത്താറുണ്ട്. 4-5 സ്റ്റേഷനുകളും ഇതിൻ്റെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ദിവസേന സർവീസ് നടത്തുന്ന ഏക പർവ്വത റെയിൽവേ നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്ന ഒരു ബഹുമതി കൂടി ഇതിന് കിട്ടിയിട്ടുണ്ട്. ദിവസേന ഒരു ജോഡി ട്രെയിനുകൾ ഈ റൂട്ടിൽ ഓടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് മേട്ടുപ്പാളയത്ത് നിന്നും 7:10 പുറപ്പെട്ട ഊട്ടിയിൽ 12 മണിക്കെത്തും. അതുപോലെ തന്നെ വൈകിട്ട് 2 ഊട്ടിയിൽ നിന്ന് പുറപ്പെട്ട് 5:35 മേട്ടുപ്പാളയത്തും എത്തും. കൂനൂർ, വെല്ലിംഗ്ടൺ, അറവുകാട്, കേത്തി, ലവ്ഡെയിൽസ് എന്നിവയാണ് ഇടയ്ക്കുള്ള സ്റ്റേഷനുകൾ. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് 2 ടിക്കറ്റാണ് ഇതിൽ കിട്ടാറുള്ളത്. സെക്കൻഡ് ക്ലാസ്സിന് 250 രൂപയും ഫസ്റ്റ് ക്ലാസ്സിന് ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിൽ 600 + GST വരുന്നുണ്ട് ഇതിന്. നമുക്ക് ബുക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോയ് ട്രെയിനുകൾ ടിക്കറ്റിൽ ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റായ IRCTC എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. അങ്ങനെയും ബുക്ക് ചെയ്യാം. നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് മേട്ടുപ്പാളയമാണെങ്കിൽ സ്റ്റേഷനിൽ നേരത്തെ ഒരു 5 o'clock നമ്മൾ കാലത്ത് പോയിട്ട്, അതായത് 7 മണിക്കുള്ള ടിക്കറ്റ് 5 o'clock പോയി ക്യൂ നിന്ന് ടോക്കൺ മേടിക്കൊരു അറൗണ്ട് 20-25 ടോക്കൺ കൊടുക്കും. ബാക്കിയെല്ലാം ഓൺലൈനാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ടോയ് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ ടോയ് ട്രെയിനിലെ വിശേഷങ്ങൾ. അടിപൊളി വൈബാണ് കേട്ടോ.
Aku sering melamun saat ku duduk di dalam kereta, memandangi lalu lalang manusia yang ada di sana. Terlihat jelas tergambar di raut wajah-wajahnya tentang sebuah harapan, bahagia dan kesedihan. Di dalam kereta mereka mengeja tangis dan tawa yang menjelaga menjemput misteri sisa hidupnya. Seperti sedang menyusuri rel yang teramat panjang, dan tak tahu di stasiun mana kereta akan berhenti. Tiap pagi dan senja di stasiun kereta ku selalu menunggu datangnya kereta yang kan membawaku pergi dan pulang selepas ku bekerja. Dari balik jendela kaca. സൂപ്പറാണ്. ഈ ടണൽസ് വരുമ്പോൾ ഭയങ്കര ഒരു എന്തൊരു അഡ്വഞ്ചർ ഫീലിങ്സാണ് ഈ ഒരു ട്രെയിനിൽ കൂടെ പോകുമ്പോൾ. എന്തായാലും ഈ ഒരു 46 കിലോമീറ്റർ നമ്മൾ ഇപ്പം ഞാൻ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്കാണ് വന്ന് 46 കിലോമീറ്ററിന് കറക്റ്റ് 2 മണിക്ക് പുറപ്പെട്ട ട്രെയിന് 5:45 ആയി. ഒരു 15 മിനിറ്റ്സ് ലേറ്റായി ഞങ്ങൾ മേട്ടുപ്പാളയത്തിലെത്തി. അടിപൊളി വൈബായിരുന്നു. ഇടയിൽ ഒരുപാട് വാട്ടർഫാൾസ്, വലിയ വലിയ വാട്ടർഫാൾസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ എൻജോയബിളായിരുന്നു. ഒരു ഇത്രയും 3-4 മണിക്കൂർ നമ്മൾ അധികം സമയം പോണത് അറിഞ്ഞില്ല, അത്രയ്ക്ക് മനോഹരമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഓൾ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.